നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ CPMന് അത്ര നല്ല ദിവസമല്ല എന്ന് വ്യക്തമാവുകയാണ്. CPMന് കഴിഞ്ഞ കുറച്ചു കാലമായി കണ്ടകശനിയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാണോ ഇവർ അധികാരത്തിലേറിയത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഇവരുടെയും നാട്ടുകാരുടെയും കഷ്ടകാലം. പക്ഷെ അപ്പോഴും മന്ത്രി കസേരയിലും മുഖ്യമന്ത്രി കസേരയിലും അങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു നാണക്കേടുമില്ല, മാനക്കേടുമില്ല. പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിരിക്കുന്നു സമൂഹവും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുമെന്ന് വ്യക്തമാകുകയാണ്. അങ്ങനെയുള്ള രണ്ട് പൊട്ടിത്തെറികളാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത്. BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രകോപിതനായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഏത് മരണ വീട്ടിലും ചെന്ന് വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണത നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്. ഞങ്ങളടങ്ങുന്ന മാധ്യമപ്രവർത്തകർ ചില ഇടങ്ങളിൽ ചോദിക്കുന്ന ചോദ്യം അത് തെറ്റ് തന്നെയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് പറയുകയാണ്. ചില ചോദ്യങ്ങളൊന്നും വേണ്ടായിരുന്നു എന്ന് അല്ലെങ്കിൽ കരുതിപ്പോകും. എന്നാൽ ചിലത് പറയേണ്ടത് അല്ലെങ്കിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ വെപ്രാളം കൊള്ളുന്നത്, പൊട്ടിത്തെറിക്കുന്നത് എന്നടക്കമുള്ള കാര്യവും ചോദിച്ചു പോകും. കഴിഞ്ഞ കുറച്ചു നാളുകളായി മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നും നല്ല പോലെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അനാവശ്യ ചോദ്യങ്ങളും അനവസരത്തിലെ ചോദ്യങ്ങളുമാണ് ഇതിന്റെയൊക്കെ തന്നെ പ്രധാന കാതലും. അങ്ങനെയുള്ള സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. അത് കിട്ടിയതോ രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്നും കൈരളിക്കാണ് പൊതുവെ കിട്ടിയിരിക്കുന്നത്. അതും കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തിരുമല അനിലിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം. ഇതിനെ ഗുരുതര വിഷയമായി കാണുന്നത് CPMന്റെ തന്ത്രമാണ് എന്നും വരും ദിവസങ്ങളിൽ സത്യം പുറത്തുവരുമെന്നും അദ്ദേഹം പറയുകയാണ്. അനിലിന്റെ ആത്മഹത്യക്ക് പിന്നിൽ CPMന്റെ ഭീഷണിയാണെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ CPM തന്ത്രമാണെന്നും നേതാക്കളെ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം പറയുകയാണ്. ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകയോട് ക്ഷോഭിച്ചാണ് അദ്ദേഹം ചില മാധ്യമങ്ങൾ CPMനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നും നുണ പ്രചരിപ്പിക്കുകയാണെന്നും കുറ്റപ്പെടുത്തിയത്. നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ ഏത് ചാനലാ? മതി, അവിടെ ഇരുന്നാൽ മതി. പിന്നെ നടന്നത് ദേ ഇതാണ്. നിങ്ങളോട് പറഞ്ഞു അത് നിങ്ങൾ കണ്ടുപിടിക്കും. ആദ്യം വേണ്ടാത്ത കാര്യങ്ങൾ അങ്ങനെ പറയരുത്. എവിടുന്ന് വായിച്ചു നിങ്ങൾ? ഞങ്ങൾ നിയമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു. അവിടെ എന്താ സംസാരിക്കുക? ഒന്നും സംസാരിച്ചില്ല. നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കി പറയരുത്. നിങ്ങൾ നോക്കൂ, ഒരു കാര്യം പറയണേ, ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ്. അതിനെ ഒരു പാർട്ടീനെ തടയാൻ നോക്കരുത്. ഇത് CPM ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെ CPMനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കരുത്. വേണ്ട, എനിക്ക് പറയാൻ ഒരു ആഗ്രഹമില്ല. നിങ്ങളിങ്ങനെ നുണ പറഞ്ഞ് CPMനെ പ്രൊട്ടക്ട് ചെയ്യാൻ നടന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി 2 ദിവസം പറയും. നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞു? പറയൂ. അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി, അവിടെ ഇരുന്നാ മതി. അവിടെ നിങ്ങൾ ചോദിക്കരുത്. ഞാൻ മറുപടി തരില്ല. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. പിന്നെ ശുദ്ധ നുണയാണ്. നിങ്ങൾ നുണ പറയുന്ന ചാനലാണ്. ഒരു നാണമില്ലാത്തൊരു ചാനലാ. അല്ല, മരിച്ച ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നാണില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ല. അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സൊസൈറ്റിയുടെ ഭരണസമിതി BJPയുടേതാണ് എന്ന വാദം അദ്ദേഹം പൂർണ്ണമായും തള്ളുകയായിരുന്നു. അനിലിനെ ഭീഷണിപ്പെടുത്തിയതിന് പാർട്ടിക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. 2 ദിവസം മുൻപ് അനിലുമായി സംസാരിച്ചിരുന്നുവെന്ന് സമ്മതിച്ചെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചോ സൊസൈറ്റിയെക്കുറിച്ചോ സംസാരിച്ചില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലും പറഞ്ഞിരുന്നത് ഈ
സംഘടനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാധ്യത 100-95% നിലനിൽക്കെയാണ് ഇത്തരത്തിൽ കൗൺസിലർ തിരുമല കൗൺസിലറും അതുപോലെ തന്നെ വളരെ ശക്തനായ നേതാവ് കൂടിയായ അനിലിന്റെ ആത്മഹത്യ വരുന്നത്. മാത്രമല്ല ആത്മഹത്യ കുറിപ്പിലും സംഘടനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുമുണ്ട്. 10,000 രൂപ മേശപ്പുറത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. തന്റെ മരണാനന്തര ചടങ്ങിന് മറ്റാരിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ 10,000 രൂപ മേശപ്പുറത്ത് വെച്ചിട്ട് തൂങ്ങി മരിക്കുന്നത്. എന്തായാലും ഈ അനിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മൃദു സമീപനക്കാരനായിരുന്നു. മാത്രമല്ല എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി CPM-നെ ഘോരഘോരം എതിർത്തിരുന്ന മേയർ ആര്യ രാജേന്ദ്രനെ ഒക്കെ തന്നെ പൂർണ്ണമായും സഭയ്ക്കകത്ത് എതിർത്തിരുന്ന, നഗരസഭയ്ക്കകത്ത് എതിർത്തിരുന്ന, കൗൺസിലിനകത്ത് എതിർത്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന ചോദ്യമാണ്. ഒരു കാരണവശാലും സംഘടനയെ കുറ്റപ്പെടുത്തില്ല, തള്ളിപ്പറയില്ല എന്ന ഘട്ടം നിന്ന് അദ്ദേഹം പിന്നെ എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല എപ്പോഴും നെറ്റിയിൽ ഒരു കുറി ഉണ്ടാകും. ആ കുറി എന്ന് പറയുന്നതും BJP-യെ ഞാൻ നെഞ്ചോടെ ചേർക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു എന്ന കാര്യത്തിന് സംശയമില്ല. മാധ്യമപ്രവർത്തകർക്ക് എപ്പോൾ ചെന്നാലും അദ്ദേഹത്തിനോട് സംസാരിക്കാനും, മാധ്യമപ്രവർത്തകർ മാത്രമല്ല സാധാരണക്കാരായ തിരുമല വാർഡ് കൗൺസിലറാണ്, തിരുമലയിലെ എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തിനോട് എപ്പോഴും ഇടപഴകാനും ഒക്കെ തന്നെ സംസാരിക്കാനും ഒക്കെ തന്നെ പറ്റുകയും അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അനാവശ്യ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സംഭവത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം സമാനമായ സംഭവം, അതായത് CPM നേതാവിന് കണക്കിന് കിട്ടിയ ഒരു വാർത്തയാണ്. അതും മറ്റാരുടെ കയ്യിൽ നിന്നുമല്ല, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത്, അടുക്കള ജോലി ചെയ്ത്, മക്കളെയൊക്കെ തന്നെ പെറ്റു വളർത്തി വലുതാക്കിയ ഒരു അമ്മയുടെ കയ്യിലെ തഴം പറഞ്ഞിരിക്കുകയാണ് ഒരു CPM പ്രവർത്തകൻ. കണ്ണൂരിൽ മകന്റെ വിവാഹം കലക്കിയ CPM പ്രവർത്തകന്റെ വിവാഹ വീട്ടിലെത്തി കർണത്തടിച്ചാണ് യുവാവിന്റെ അമ്മ തന്റെ പ്രതിഷേധം അറിയിച്ചത്. കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമത്തിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത്. അതും കണ്ണൂരാണെന്ന് ഓർക്കണം. കഴിഞ്ഞ ദിവസം വിവാഹിതനായ CPM പ്രവർത്തകനാണ് വധുവിനെയും ആനയിച്ച് വിവാഹ സംഘം വീട്ടിലെത്തി ആശീർവാദം വാങ്ങുമ്പോൾ പരസ്യമായി രോഷാകുലയായ അമ്മയുടെ കയ്യിൽ നിന്നും അടിയേറ്റത്. നീ കാരണം ഞങ്ങൾ കുറെ അനുഭവിച്ചു, ഇനി നീയും കുറച്ച് അനുഭവിക്കെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആശീർവാദിക്കാനായെന്ന പേരിൽ ബന്ധുക്കളുടെയും പെൺവീട്ടുകാരുടെയും മുന്നിൽ വെച്ചുള്ള ഈ മർദ്ദനം. ഇതോടെ വിവാഹ പയ്യൻ ആളുകൾക്ക് മുൻപിൽ നാണം കിട്ടുമെന്ന് പറയാം. കഥ എന്തെന്നറിയാതെ വാ പൊളിച്ചു നിന്ന വധുവിന്റെ ബന്ധുക്കളോടും പുറം നാട്ടുകാരോടും വരന്റെ ബോംബ് രാഷ്ട്രീയത്തിൽ താൻ അനുഭവിക്കേണ്ടി വന്ന ദുരന്തം സവിസ്തരം വിളിച്ച് പറഞ്ഞാണ് ഇവർ മടങ്ങിയത്. പ്രദേശത്തെ CPM പ്രവർത്തകരും ബന്ധുവും അയൽവാസിയുമായ യുവാവും ഒന്നിച്ചാണ് ഇവർ ഉച്ചകഴിഞ്ഞ് വിവാഹ വീട്ടിലേക്ക് എത്തിയത്. മകന്റെ സുഹൃത്തു കൂടിയായ യുവാവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കണമെന്നും മാത്രമാണ് അയൽവാസിയോട് പറഞ്ഞത്. എന്നാൽ ഇതിനുശേഷം കളിച്ചു ചിരിച്ച് വധുവും ഒന്നിച്ച വീട്ടിലെത്തിയ കല്യാണ ചെക്കനെ കണ്ടപ്പോൾ ഇവരുടെ ഭാവം അങ്ങ് മാറി. നവവരനെ പഞ്ഞിക്കിട്ടപ്പോഴാണ് കണ്ണൂരിനെ നടുക്കിയ ബോംബെറിയൽ മറ്റൊരു യുവാവ് കൊല്ലപ്പെട്ട സംഭവം വീണ്ടും നാട്ടുകാരുടെ ഓർമ്മയിൽ വന്നത്. 2 വർഷം മുമ്പ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ഒരു വിവാഹ വീട്ടിലേക്ക് വധുവിനെയും കൊണ്ടുപോകുന്ന സംഘത്തിലുണ്ടായിരുന്ന യുവാക്കളാണ് പ്രദേശത്തെ മറ്റൊരു സംഘവുമായി ബോംബേർ നടത്തിയത്. ഇതിലൊന്ന് അബദ്ധവശാൽ കൊണ്ട് എറിഞ്ഞ സംഘത്തിൽപ്പെട്ട മുൻനിരയിൽ ഉണ്ടായിരുന്ന യുവാവ് തല ചിതറിയാണ് തൽക്ഷണം മരിച്ചത്. കേരളമാകെ നിളങ്ങിപ്പോയ സംഭവമായിരുന്നു അത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഒരു നീല ഷർട്ടുമൊക്കെ ഇട്ട്, എല്ലാവരും ഒരുപോലത്തെ ഷർട്ടൊക്കെ ഇട്ട് ആ വധുവിനെ ആനയിച്ചുകൊണ്ട് ഡാൻസ് ഒക്കെ കളിച്ച് നൃത്തം ചെയ്തു വരുമ്പോഴാണ് ഈ ബോംബ് എറിഞ്ഞത്. അങ്ങനെയാണ് ആ സമയം തന്നെയാണ് തല ചിതറിയ ആ യുവാവ് മരിച്ചത്. ഇതോടെ വിവാഹ വീട് മരണവീടായി മാറുകയായിരുന്നു. സൗഹൃദത്തിന്റെ പേരിൽ മാത്രം സുഹൃത്തുക്കളെ വിവാഹത്തിന് ക്ഷണിച്ച നവവരനും കുടുംബത്തിനും പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങേണ്ടി വന്നു. കുടുംബത്തിന്റെ സ്വസ്ഥത നശിച്ചു. വധൂവരന്മാരുടെ ജീവിതം തന്നെ ഈ ഇരുട്ടിലായി മാറുകയായിരുന്നു. ഇതോടെ ആ കുടുംബം കുപ്രസിദ്ധിയാർജിക്കുകയും മാധ്യമങ്ങളിൽ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം കണ്ണീര് കുടിച്ചു കഴിയുകയായിരുന്നു ആ അമ്മയും കുടുംബവും. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ കാത്തു നിൽക്കുമ്പോഴാണ് കേസിലെ പ്രതിയായ യുവാവിന്റെ വിവാഹ വാർത്ത അവരറിയുന്നത്. ഇതോടെയാണ് മുൻപ് നോക്കാതെ, മുന്നും പിന്നും നോക്കാതെ, ഇനി തനിക്ക് എന്ത് വന്നാലും സാരമില്ല, എനിക്ക് ഇനി എന്ത് വന്നാലും, ഇനി ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന മട്ടിൽ ആ അമ്മ ചാടിയിറങ്ങിയത്. സംഭവം CPM-ന്റെ പാർട്ടി ഗ്രാമത്തിൽ നടന്നതായതുകൊണ്ട് തന്നെ പുറത്തറിയാതെ ഒതുക്കുകയായിരുന്നുവെന്ന് വ്യക്തമാവുകയാണ്.
ബോംബെറിയിൽ കൊല്ലപ്പെട്ടതും എറിഞ്ഞതും CPM പ്രവർത്തകരായതിനാൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച കേസ് ഒതുക്കാനും അത് ഒതുക്കിക്കൊണ്ട് പോകാനും ശ്രമം നടക്കുകയായിരുന്നു. പ്രതികളെ ഒളിപ്പിച്ചതും കേസ് അന്വേഷണം അട്ടിമറിച്ചതും വലിയ വിവാദമായതിനെ തുടർന്ന് പോലീസിന് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഈ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുമാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ബോംബെറിയിൽ കൊല്ലപ്പെട്ട ആ യുവാവ് നിർമ്മാണ തൊഴിൽ ചെയ്തുകൊണ്ടാണ് കുടുംബം പോറ്റിയിരുന്നത്. പ്രായമായ അമ്മയും അനുജനും മാത്രമേ ഇയാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അനാഥമായി പോയ കുടുംബത്തെ സംരക്ഷിക്കുന്നതും പ്രദേശത്തെ CPM നേതൃത്വമാണ്. നാട്ടിലെ അറിയപ്പെടുന്ന CPM DYFI പ്രവർത്തകരാണ് കേസിലെ പ്രതികളും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രതികളെ തള്ളിപ്പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്നാൽ ബോംബെറിയിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ അമ്മയും സഹോദരനും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. നവവരനെ മർദ്ദിച്ച വീട്ടമ്മയുടെ കുടുംബം കണ്ണൂർ കോർപ്പറേഷനിലെ മറ്റൊരു ഭാഗത്താണ് താമസിച്ച് വരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ, അതായത് മരണപ്പെട്ട ആളുടെ അമ്മയല്ല, പകരം ആ വിവാഹ വീട്ടിൽ വെച്ചാണ് ആ യുവാവ് മരിച്ചത്. ആ വിവാഹ വീട്ടിലെ ആ വരന്റെ അമ്മയാണ് ഈ വരനെ തല്ലിയത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും CPMകാർക്ക് കഷ്ടകാലം അത് കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല.